Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the speech I Have a Dream by Martin Luther King Jr. First semester, Calcutta University, FIUGP, English Language Skill for Humanities and other BA programs. In our previous video, we discussed about short answer questions. Then in this video, we discussed essay question. How has the speech I Have a Dream continued to influence social justice movements and discussion about race in America? I Have a Dream by Martin Luther King Jr. This speech continues to inspire and challenge us to strive for a world where equality and justice are not just dreams but reality for all. I Have a Dream എന്ന് പറഞ്ഞിട്ടുള്ള മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറുടെ സ്പീച്ചിൽ നമ്മളോട് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു ഡ്രീം അല്ല, അത് എന്താണ്, ഒരു റിയാലിറ്റിയാണ്, എല്ലാവരുടെയും ലൈഫിലുള്ള ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊരുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The speech is a seminal moment in the history of civil rights movement, an important moment in the American history. അമേരിക്കൻ ഹിസ്റ്ററിയിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത്. അതുപോലെ ഹിസ്റ്ററി ഓഫ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിലും ഒരു ഇമ്പോർട്ടൻറ്റ് മൊമെൻ്റാണ് ഈ ഒരു ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള സ്പീച്ച്. I Have a Dream speech delivered on August 28, 1963 during the March on Washington for Jobs and Freedom remains one of the most powerful and influential speeches in American history. അമേരിക്കൻ ഹിസ്റ്ററിയിലെ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്നത്. അത് ഡെലിവർ ചെയ്യുന്നത് August 28, 1963 വാഷിങ്ടൺ DC വെച്ചിട്ട്. In this iconic speech, Martin Luther King passionately shared his dream of a future where racial equality and justice prevailed. അപ്പോൾ ഈ ഒരു സ്പീച്ചിൽ അദ്ദേഹം പാഷനേറ്റ്ലി അദ്ദേഹം ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം, ഒരു സ്വപ്നത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഭാവി, അതായത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു റേഷ്യൽ ഇക്വാലിറ്റിയിൽ, ഒരു വർഗ വിവേചനമില്ലാത്ത എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു ഫ്യൂച്ചർ, അതുപോലെ ജസ്റ്റിസ്, ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ നീതി നടപ്പാക്കുക, ഇങ്ങനെയുള്ള ഒരു ലോകത്തെയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. He envisioned a nation where individuals would be judged not by the color of their skin but by the content of their character. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ആളുകളെ അവരുടെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ തൊലിയുടെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരിക്കലും ജഡ്ജ് ചെയ്യരുത്. അതിന് പകരം അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരുടെ ക്യാരക്ടറിൽ എത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജ് ചെയ്യേണ്ടത്. ദിസ് എലോക്വൻസ് ആൻഡ് കൺവിക്ഷൻ ഹി painted a vivid picture of a harmonious society where all Americans regardless of race could live in freedom and unity. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, എല്ലാ അമേരിക്കൻസും അവരുടെ വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കളറിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും അല്ലാതെ റിഗാർഡ്ലെസ് ഓഫ് റേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും യൂണിറ്റിയിൽ, ഫ്രീഡത്തോടു കൂടി, ജസ്റ്റിസോടു കൂടി, ഇക്വാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു ലോകത്തെയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. The power of the I Have a Dream speech lies not only in its vision but also in its ability to inspire action and ignite a sense of hope amidst the struggle for civil rights. King's words touched the hearts of millions, sparking a collective determination to fight for equality and justice. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ആളുകളെ അതായത് ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട്, ജസ്റ്റിസിന് വേണ്ടിയിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ദിനം പ്രതി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹോപ്പ് ആണ്, ഒരു ഡ്രീമാണ് ഈ ഒരു സ്പീച്ച്. ഇറ്റ് ബിക്കെയിംസ് എ rallying cry for those seeking social change and served as a catalyst for the Civil Rights Act of 1964 and the Voting Rights Act of 1965. The speech stand as a testament to the indomitable spirit of a man who dared to dream and dedicated his life to the pursuit of equality and justice for all. അപ്പോൾ ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് ഒരു ധീരനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു യുദ്ധമാണ്. അതായത് ഇക്വാലിറ്റി, എല്ലാവർക്കും ഇക്വാലിറ്റി, ജസ്റ്റിസിന് വേണ്ടിയിട്ട്. ഇറ്റ്സ് ആസ് എ കോൺസ്റ്റന്റ് റിമൈൻഡർ ദാറ്റ് ദ ഫൈറ്റ് ഫോർ സിവിൽ റൈറ്റ് ഈസ് നോട്ട് ഓവർ ആൻഡ് ദാറ്റ് വി മസ്റ്റ് കണ്ടിന്യൂ ടു സ്ട്രൈവ് ഫോർ എ സൊസൈറ്റി വെർ ദ ഡ്രീംസ് ഓഫ് ആൾ ഇൻഡിവിജ്വൽസ് ക്യാൻ ബി റിയലൈസ്ഡ്. അദ്ദേഹം പിന്നീട്
പറയുന്നത്, അതായത് ഈ ഒരു സിവിൽ റൈറ്റിന് വേണ്ടിയിട്ട്, പൗരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു യുദ്ധം അവസാനിക്കുന്നില്ല. അത് നമ്മളെന്തായാലും കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ സൊസൈറ്റി എല്ലാവരും ഈക്വൽ ആകുന്നത് വരെ, ജസ്റ്റിസ് നേടുന്നത് വരെ നമ്മളെല്ലാവരും ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.